അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ അറിയണേ, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു ജീവിതത്തിലാണ് മനസ്സമാധാനമുള്ളത്. അലാ ബിദിക്രില്ലാഹി, അറിയണേ അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം വരുന്നത്. അല്ലാഹു നമുക്ക് മനസ്സമാധാനം നൽകട്ടെ. അതിന് അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ജീവിതം. നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം, നമ്മുടെ കച്ചവടം, നമ്മുടെ വാഹനം, നമ്മുടെ ചുറ്റുപാടുകൾ, ഇതെല്ലാം കാണുമ്പോൾ അല്ലാഹുവിനെ ഓർക്കണേ, നന്ദി പറയണേ. അൽഹംദുലില്ലാഹ്, ഇത് ചൊല്ലുന്ന മനസ്സുകൾക്ക് സമാധാനമുണ്ട്, ഇല്ലാത്തവർക്ക് ഇല്ല തന്നെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ശത്രുക്കൾ വിധങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ, ഇസ്ലാമിക ലോകത്ത് നടന്ന യുദ്ധങ്ങൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും യുദ്ധ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതിലൊന്നുപോലും ഹബീബായ നബി തങ്ങൾ വെറുതെ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോയതല്ല. പ്രവാചകരെയും അനുയായികളെയും തുരത്തി ഓടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പടപുരുതി വന്ന പടയണികളെ തുരത്തി ഓടിക്കാൻ, പ്രതിരോധിക്കാൻ ചെന്ന സൈന്യമാണ് ഹബീബിന്റെ സൈന്യം. അങ്ങനെ ഏതെങ്കിലും ഒരു സൈന്യം ഹബീബായ നബി തങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് കണ്ടാൽ, വിഷമമുള്ള വാർത്തകൾ കേൾക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയും, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ നമുക്ക് നിസ്കരിച്ചാലോ, ബിലാലേ നമുക്ക് നിസ്കരിക്കാം, ബിലാലേ 2 റക്അത്ത് നിസ്കരിക്കാം, ബിലാലേ ഇഖാമത്ത് കൊടുക്കു, ബിലാലേ ബാങ്ക് വിളിക്കു, ബിലാലേ നമുക്ക് ഉദൂഅത്ത് നിസ്കരിക്കാം, ബിലാലേ. കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാഹ്, ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നബി തങ്ങൾ നിസ്കാരത്തിലേക്കാണ് പ്രവേശിക്കാറുള്ളതെന്ന് ഹബീബുനാ നബി തങ്ങളെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ പ്രശ്നപരിഹാരം നിസ്കാരമാണ്, നിസ്കാരമാണ് ഹബീബിന്റെ പരിഹാരം. അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ ആ നിസ്കാരം കൊണ്ട് മനസ്സമാധാനം നമുക്ക് കിട്ടട്ടെ. സമാധാനം അന്വേഷിക്കുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ തലവെച്ചുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, എല്ലാം കാണുന്ന ഉന്നതനെ അല്ലാഹുവേ നീയാണ് പരിശുദ്ധനെന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സമാധാനം വരുന്നതെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ ജീവിതം സന്തുഷ്ടമാണ്. അസ്അദു ബൈത്തിൻ അലാ ളുഹ്രിൽ അർളി, ഈ ഭൂമിക്ക് മുകളിൽ കഴിഞ്ഞു പോയ വീടുകളിൽ വെച്ച് ഏറ്റവും മനസ്സമാധാനം ഉണ്ടായിരുന്ന വീട് ഹബീബായ നബി തങ്ങളും അവിടുത്തെ ഭാര്യമാരും ജീവിച്ചു പോയ ആ കൊച്ചു കുടിലാണെന്ന് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ. അസ്അദു ബൈത്തിൻ അലൽ ഇത്ലാഖ്, ലോകത്തെ ഏറ്റവും നല്ല സമാധാനം അനുഭവിച്ചത് ആ ചെറ്റക്കുടിലായിരുന്നു, ഹബീബിന്റെ കൊച്ചു കൂരയിലായിരുന്നത്രേ. അവിടെയാണ് മുത്തുനബി തങ്ങൾ ജീവിച്ചത്. കാന യകിനിസു വയഹ്ലിബു ശാതഹു വയഅസിഫു നഹ്ലഹു, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ചെരുപ്പ് നന്നാക്കുകയും അടിച്ചു വാരുകയും ആടിന്റെ പാല് കറക്കുകയും വയകൂനു ഫീ ഖിദ്മതി അഹ്ലിഹി, വീട്ടുകാരെ സേവിക്കുകയും ചെയ്ത് ജീവിച്ചിരുന്ന സരളമായ ലളിതമായ ജീവിത സാഹചര്യങ്ങൾ പരിമിതമായ ആ വീടാണത്രേ ലോകത്തെ ഏറ്റവും സമാധാനമുണ്ടായിരുന്ന വീട്. അതുകൊണ്ട് മുഅ്മിനേ, മെറ്റീരിയലിസത്തിലല്ല സമാധാനം കിടക്കുന്നത്, നമ്മുടെ വീടിലെ ഫ്രിഡ്ജിന്റെ വലുപ്പത്തിലല്ല സമാധാനം കിടക്കുന്നത്, വാഷിംഗ് മെഷീന്റെ എണ്ണത്തിലല്ല സമാധാനം കിടക്കുന്നത്, വീടിന്റെ വലുപ്പത്തിലോ സൈസിലോ അല്ലത് കിടക്കുന്നത്. അത് കിടക്കുന്നത് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിനുള്ളിലാണ്. ബച്ചാ ബച്ചാ കെ ന റഖി സേ യേ ആയിനാ ഹേ വായിനാ, बचा बचा के न रखी से ये आईना है वो आईना, जो शिकस्त हो तो अजीज तर है निगाह आईना साज में. बचा बचा के न रखी से ये आईना है वो आईना, जो शिकस्त हो तो अजीज तर है निगाह आईना साज में. ഈ ഹൃദയം അല്ലാഹുവിന്റെ ദിവ്യ വെളിച്ചം സ്വീകരിക്കാനുള്ള കണ്ണാടിയാണ്. ഈ കണ്ണാടി പൊട്ടാതെ സൂക്ഷിക്കണേ.
ആ കണ്ണാടി ചില്ലിലൂടെയാണ് ദിവ്യപ്രഭയെ കാണേണ്ടത്, കൽബിന് അള്ളാഹുവിന്റെ വെളിച്ചം കാണേണ്ടത്. അത് കൂരക്കുള്ളിലാണെങ്കിലും യാത്രയിലാണെങ്കിലും മരച്ചുവട്ടിലാണെങ്കിലും ജോലി തിരക്കിലാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂമിലാണെങ്കിലും എല്ലായിടത്തും നമ്മുടെ കൽബിനുള്ളിലേക്ക് ദൈവികമായ ചിന്തയും നമ്മെ പടച്ച സൃഷ്ടാവിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ജീവിതത്തിലാണെന്ന ബോധവുമുണ്ടെങ്കിൽ അവർ മനസ്സമാധാനത്തിൽ തന്നെയാണ്. സമാധാനം അവിടെ കിട്ടൂ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറയുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത അലൈഹി ശംസ്. മുത്തനബിതങ്ങൾ പറഞ്ഞ എത്ര മനോഹരമായ ദിക്റാണത്. ലഅൻ നഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ചൊല്ലലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഇഷ്ടമായത്, മിമ്മാ ത്വലഅത അലൈഹി ശംസ്, ഈ ഭൂമിലോകത്ത് സൂര്യപ്രകാശം തട്ടുന്ന എല്ലാറ്റിനേക്കാളും ഈ പ്രപഞ്ചത്തിന് മുകളിലുള്ള എല്ലാറ്റിനേക്കാളും എനിക്കിഷ്ടമായത് ഈ ദിക്ർ ചൊല്ലലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. എന്താണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹ്, ഗ്ലോറി ബി ടു അല്ലാഹ്. പരിശുദ്ധനാണ് അല്ലാഹുവേ, നീ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ ഒരെത്തും പിടിയും കിട്ടാത്ത നമ്മൾ, ഒരു മുട്ടുസൂചി പോലും നമ്മുടേതായിട്ട് ഇല്ലായ്മയിൽ നിന്ന് പടക്കാൻ പറ്റാത്ത നമ്മൾ, കോടിക്കണക്കിന് കല്ലുകളുടെ മുകളിലൂടെ മൺതരികളുടെ മുൻപിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ചെടികൾ എങ്ങനെ ഉണ്ടായി? വൃക്ഷങ്ങൾ എങ്ങനെ ഉണ്ടായി? ഈ മഹാപ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? സുബ്ഹാനല്ലാഹ്. ഉത്തരം കാണാതെ മനുഷ്യൻ ഒരുതരം ഞങ്ങൾക്കറിയില്ല റബ്ബേ, ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന മനുഷ്യന്റെ നിസ്സഹാവസ്ഥയിൽ ഉയർന്നു വരേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹ്. നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണല്ലാഹ്. അൽഹംദുലില്ലാഹ്, എല്ലാറ്റിനും നന്ദി നിനക്ക് റബ്ബേ, എല്ലാറ്റിനും സ്തുതി നിനക്ക് റബ്ബേ. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല. വല്ലാഹു അക്ബർ, ഈ പ്രപഞ്ചത്തിന്റെ സർവേശ്വരനായ അല്ലാഹുവാണ്. വിവിധ മതങ്ങൾ വിവിധ പേരുകളിൽ വിളിക്കുന്ന സത്താവ്. ഏകം സത്വം ബഹുധാ കൽപ്പയന്തി യോം ദേവനാം നാമധാ ഏക ഏവ. വിവിധങ്ങളായ നാമങ്ങൾ വിളിച്ചിട്ട് ആളുകൾ വിളിക്കുന്ന ദേവൻ ഏകനായ സത്താവ് ഒരുവൻ മാത്രമെന്ന് ഉപനിഷത്തുകളും വേദങ്ങളും പഠിപ്പിച്ച സർവേശ്വരനായ അല്ലാഹു. അല്ലാഹുവേ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നിന്റെ വിഷയമാണ് റബ്ബേ ഏറ്റവും വലുത്, നിന്റെ കാര്യമാണ് റബ്ബേ ഏറ്റവും വലുത്. ഈ വചനങ്ങൾ ചൊല്ലലാണ് ഈ ലോകത്തെ സർവ്വ സമ്പാദ്യവും എന്റെ കയ്യിൽ കിട്ടുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് നമുക്ക് ചൊല്ലാം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് എന്താ? അല്ലാഹുവേ നിന്റെ റസൂലിന് നീ അനുഗ്രഹം ചെയ്യണേ,
നിന്റെ റസൂലിന് നീ അനുഗ്രഹം ചെയ്യണേ തമ്പുരാനെ. നമ്മൾ എന്താണ് പറയുന്നത്? മുത്തുനിബിതങ്ങൾ നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, തങ്ങളാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഈ ദീൻ പറഞ്ഞത്, ഈമാൻ തന്നത്, ഖുർആൻ കൊണ്ട് തന്നത്, ഇതിനൊന്നും തിരിച്ച് നിബിതങ്ങളോട് നന്ദി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ആ നന്ദി അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തു കൊടുക്കണേ. അതാണ് ആ സ്വലാത്തിന്റെ അർത്ഥം. ഞങ്ങൾക്ക് നബിയോട് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഇതൊക്കെ. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹബീബിന് നീ അനുഗ്രഹം കൊടുക്ക റബ്ബേ. ഞങ്ങൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, അത്രക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹു ഹബീബിന്റെ റൗളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.